കല്ലും മുള്ളും കാലുക്കുമെത്ത എന്ന ശരണം വിളിച്ചുകൊണ്ട് ലങ്കാധിപതിയായ രാവണനെ കാണാൻ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ കഷ്ടപ്പെട്ട് കാനനപാതകൾ താണ്ടി 18-ാം പടി കയറി. ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. അവിടെ എത്തുന്ന ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് തത്വമസി എന്ന ഉപനിഷത്ത് വചനമാണ്. ഈ പൂജാരിയും ബ്രഹ്മചാരിയാവണം. ഇതാണ് വസ്തുത. അവിടെ പൂജാരി ബ്രഹ്മചാരിയായിരിക്കും. അദ്ദേഹം കല്യാണം കഴിക്കാൻ പാടില്ല. നമ്മുടെ ഇവിടുത്തെ തന്ത്രിയുടെ ബ്രഹ്മചര്യം നമുക്കറിയാം. ഗൃഹസ്ഥാശ്രമത്തിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, അതിന്റെ അപ്പുറം കടന്ന് വ്യഭിചാരത്തിലേക്ക് പോയിട്ടുള്ള കല്ലും മുള്ളും കാലുക്കുമെത്ത എന്ന ശരണം വിളിച്ചുകൊണ്ട് വിജയ വെറുതെ ആളുകളെ കുറിച്ച്